പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. നമുക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴമാറ്റത്തിൽ, അതായത് നമ്മുടെ മെയ് 31 രാത്രി 10:07 നമ്മുടെ ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്താണ്, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ഒന്ന് നോക്കാം അല്ലേ. കുറച്ച് നാളുകളായിട്ട് വല്ലാത്ത മനപ്രയാസങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് വരുന്നിടത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരയവൊക്കെ ലഭിക്കുമെങ്കിലും മാനസികമായി കുറേ പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ വിചാരിക്കും, ഇനി സന്തോഷിക്കാനൊന്നുമില്ലേ? പിന്നെ സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രണയ വിവാഹങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കാനുള്ള സാധ്യത കൂടുതലുള്ള വർഷമാണ്. ഇനി അല്ലാത്ത വിവാഹം നടക്കില്ലേ എന്ന് ചോദിക്കേണ്ട, അല്ലാത്തത് നടക്കും. കാരണം പ്രണയവിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ എല്ലാവർക്കും പാടാണല്ലോ, അതുകൊണ്ടാണ് എടുത്തങ്ങനെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പ്രണയവിവാഹം, സാധാ വിവാഹം, അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് പരിഹരിക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ്. മാനസികമായിട്ടൊക്കെ സന്തോഷം ലഭിക്കും. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ഉയർച്ച ആഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള വഴികൾ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. എങ്കിലും നമ്മുടെ ചിന്തിക്കും പ്രവർത്തിക്കും അനുസരിച്ച് നമുക്ക് അത്ര ഗുണങ്ങൾ അങ്ങ് ലഭിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കുന്നത് എത്രമാത്രമുണ്ടോ അതിൻ്റെ ഒരു 10-ൽ ഒരു 4-1 നമുക്ക് ലഭിക്കുവാൻ ഒരുപാട് സാധ്യതയുള്ള വർഷമാണ് കേട്ടോ. അതുപോലെ മാനസികമായിട്ട് ഒരുപാട് ഗുണഫലങ്ങളും സന്തോഷങ്ങളും നമുക്ക് ലഭിക്കുന്ന വർഷമാണ്. അതുപോലെ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതമൊക്കെ ഒന്ന് മാറ്റിവെച്ച് വളരെ സൗമ്യശീലതയോടുകൂടി നമ്മൾ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചിറങ്ങിയാലും ആ കാര്യങ്ങളിലൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ട്, എല്ലാ കാര്യങ്ങളിലും നന്മ ചിന്തിച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങൾക്കും നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു കാര്യങ്ങളും ഈ വർഷം പരാജയപ്പെടുകയില്ല. ഒരുപാട് നേട്ടങ്ങളൊന്നും കൊയ്യാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ആഗ്രഹിക്കുന്നതിൽ ഏറിയ പങ്കും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് തിരുവാതിരക്കാർക്കിത്. അതുപോലെ തന്നെ ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ച ജോലി ലഭ്യത, അതുപോലെ തന്നെ മാനസികമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരയവ് വന്ന് അവയൊക്കെ നമുക്ക് വളരെ സന്തോഷപൂർവ്വം ഓരോ ദിവസവും തരണം ചെയ്യുവാൻ സാധിക്കുന്ന ഒരിതാണ്. ആരോഗ്യകാര്യങ്ങളിൽ നമുക്കൊരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ദോഷഫലങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മഹാദേവൻ്റെ അടുത്ത് പോവുകയും പ്രാർത്ഥിക്കുക, ഭജനം ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഉത്തമമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഈശ്വര വിചാരത്തോടു കൂടി തന്നെ മുന്നോട്ടിറങ്ങിയാൽ വിജയിക്കും. മറ്റാരെയും വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ മറ്റാർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ കണ്ട് വളരെ നല്ല മനസ്സോടുകൂടി ഈശ്വര വിചാരത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും കേട്ടോ. ബിസിനസ് രംഗത്തുള്ളവർക്കൊക്കെ പുരോഗതി ഉണ്ടാകുമെങ്കിലും വരവിനൊപ്പം തന്നെ ചെലവും കൂടി കൂടുന്ന ഒരു വർഷമാണ്. അപ്പോൾ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ നമ്മളൊന്നും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നല്ല രീതിയിലുള്ള വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വരവിനനുസരിച്ച് ചിലവ്, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ചിലവ് കുറച്ച് വരവ് കൂട്ടാനൊക്കെ നമുക്ക് സാധിക്കും. കിട്ടുന്നതിൽ നല്ലൊരു തുക നമ്മൾ ഇൻവെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ കയ്യിൽ നിന്ന് ചിലവായി പോവാതിരിക്കും. അല്ലെങ്കിൽ പൈസ 10 വരുമ്പോൾ ഒരു വഴിക്ക് 20 ചിലവായി പോകാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധി, മനസ്സ്, ആഗ്രഹങ്ങളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വിജയം നേടാൻ സാധിക്കും. അതല്ല, മനസ്സിന് തോന്നിയ പോലെ മനസ്സും ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മളും നീങ്ങാൻ പോയാൽ കുഴപ്പമാണ്. അപ്പം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്തോ അതിനനുസരിച്ച് ആഗ്രഹങ്ങളെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ്. അതുപോലെ തന്നെ ഒരുപാട് വിജയങ്ങളും ഒരുപാട് അവസരങ്ങളും ഒരുപാട് നേട്ടങ്ങളും ലൈഫിൽ കൊണ്ട് തരികയും ചെയ്യും കേട്ടോ. അതുപോലെ വീടൊക്കെ പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ എല്ലാ കാര്യങ്ങളും സക്സസ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത വരുന്നതിനും സക്സസ് ആകുന്നതിനും സാധിക്കുകയും ചെയ്യുന്ന വർഷമാണ്.
അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് അതെപ്പോഴും നല്ല പോസിറ്റീവായിട്ട് തന്നെ വെക്കണം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നെഗറ്റീവായ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു 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 എന്താ പറയുക, താളം വന്നു തുടങ്ങും. അതുകൊണ്ട് അത് വരുത്താതിരിക്കാൻ എപ്പോഴും നല്ല പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കുക. യോഗ, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, നല്ല രീതിയിലുള്ള എക്സസൈസൊക്കെ ചെയ്ത് എപ്പോഴും നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി നമ്മളിരിക്കണം കേട്ടോ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, തൊഴിൽ സംബന്ധമായിട്ട് തൊഴിൽ സ്ഥലത്തൊക്കെ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ആവശ്യമുണ്ട്. എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറാനും സ്നേഹമായിട്ട് സംസാരിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണത വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാർ. എങ്കിലും ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒന്ന് പരാജയം സമ്മതിച്ചേ മതിയാകൂ. എന്നാലും അതിനെയൊക്കെ നമ്മുടെ കോൺഫിഡൻസ് കൊണ്ടും നമ്മുടെ മനോധൈര്യം കൊണ്ടും ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നേ. അങ്ങനെ ടെൻഷൻ ആവാനൊന്നും ഇല്ല കേട്ടോ. നല്ലത് തന്നെയാണ്, വളരെ നല്ല ഗുണഫലങ്ങളാണ്, വിഷമിക്കുകയൊന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് ഏത് കാര്യങ്ങൾക്കും ഇറങ്ങി പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു തടസ്സമുണ്ടാവാം. സാമ്പത്തികം നമുക്ക് വരവിൽ കൂടുതൽ ചിലവുണ്ടാവാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വഴിക്കുന്ന പൈസ വരിക, മറുവഴിക്ക് അതിൻ്റെ ഇരട്ടി ചിലവായി പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ വളരെ സാധ്യതയുള്ള വർഷമാണ്. അതുകൊണ്ട് വരവിനനുസരിച്ച് ചിലവ് നമ്മളൊന്ന് ക്രമീകരിച്ച്, അത് വരവിനെ കഴിഞ്ഞും ചിലവ് കൂട്ടാതെ ചിലവിനെ കഴിഞ്ഞും വരവ് കൂട്ടി അതിൽ നിന്ന് കുറച്ച് ഇൻവെസ്റ്റ് കൂടെ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ അത് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യത കൂടുതലുള്ള വർഷമാണ്. ഏത് കാര്യത്തിനും നമ്മൾ പറയുന്ന അർത്ഥം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലാവണമെന്നില്ല മറ്റുള്ളവർ അതിനെ ചിന്തിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ അല്ല അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ആ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു തടസ്സം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരാതെ പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്നിരിക്കലും വളരെ നല്ല ഗുണഫലങ്ങളും നേട്ടങ്ങളും ഒക്കെ സംഭവിക്കുന്ന വർഷമാണ്. അതുപോലെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അത് സാധിക്കുന്നതാണ്. എപ്പോഴും പ്രണയ വിജയങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവിൽ കുറവാണ്, ഈ തിരുവാതിരക്കാർക്ക്. പക്ഷേ ഈ വർഷം പ്രണയവിവാഹമൊക്കെ വിജയിക്കാനും നടക്കാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ വർഷം തിരുവാതിര നക്ഷത്രക്കാരെ പ്രണയിക്കുന്നവർ സൂക്ഷിക്കുക. ഉറപ്പായിട്ടും വിവാഹത്തിലേക്ക് തന്നെ പോകും. പറ്റിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടൊന്നും ആരും സ്നേഹിക്കേണ്ട. അതുപോലെ തന്നെ സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന വർഷമാണ് കേട്ടോ. ധനപരമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ആ പൈസ കളയാതെ നമ്മൾ സൂക്ഷിച്ചാൽ മതി കേട്ടോ. വാഹനം, സ്വന്തമായിട്ട് വാഹനമൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നടക്കും. കാരണം നമുക്ക് കുറച്ച് അധിക ചിലവുകൾ, ധനച്ചിലവുകളൊക്കെ ഉണ്ടാവാൻ യോഗമുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആക്കിയാൽ നമുക്ക് ആ പൈസ, അപ്പോൾ കുറച്ച് ധനം നമുക്ക് ചിലവാകുകയും ചെയ്യും, അത് നമുക്ക് നാളെ ഒരു അസറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഒരു വാഹനം വാങ്ങി അല്ലെങ്കിൽ ഒരു വീട് പണിതു, സമയദോഷമാണ്, കയ്യിൽ നിന്ന് പൈസ ഇറങ്ങേണ്ട ടൈമുമാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങ് എടുത്ത് അടഞ്ഞു പൊക്കോളും. അപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് പൈസ ചിലവാകുകയും ചെയ്തു, നമുക്കതൊരു അസറ്റ് ആവുകയും ചെയ്യും. ആ രീതിയിലൊന്ന് കാൽക്കുലേഷൻ ചെയ്തൊക്കെ മുന്നോട്ട് പോവുക. എന്നെങ്കിലും നമ്മൾ പറഞ്ഞതനുസരിച്ച് ചെയ്യരുത്. നമ്മുടെ എന്താ പറയുക, ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് അഡ്വൈസ് തരുന്നവരെ കണ്ടിട്ട്, അഡ്വക്കേറ്റിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം ബിസിനസ്സുകാർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങാൻ. അല്ലാതെ വരവില്ലാത്തവർ കൊണ്ടുപോയി പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരവില്ല, ഇൻവെസ്റ്റ് ചെയ്യാനും പൈസ ഇല്ല, ഇങ്ങോട്ടും നമുക്ക് ബിസിനസ്സിൽ മുടക്കാനും പൈസ ഇല്ലാത്ത അവസ്ഥ വരരുത്. അത് വരവ് ചിലവൊക്കെ നോക്കിയിട്ട് നമ്മളത് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. പൊതുവിൽ കുഴപ്പമൊന്നുമില്ല, വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെയാണ് കേട്ടോ. എന്നാലും ഇടയ്ക്കൊരു ദേശം തമാശ കലർത്തി ഒന്നും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, വിഷമിക്കാനൊന്നുമില്ല. നല്ല രീതിയിൽ ശ്രമിച്ചാൽ നല്ല രീതിയിൽ ഗ്രോത്തായി പോകുന്ന ഒരു ഇതാണ്. പക്ഷെ കുറച്ച് പരിശ്രമം ആവശ്യമാണ്, കുറച്ച് കഠിനാധ്വാനം ആവശ്യമാണ്. ഈ രണ്ട് കാര്യം കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ സക്സസ് ആവാൻ സാധിക്കുമെന്നേ. അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.